ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി സീരീസിലെ എപ്പിസോഡ് 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെൽഫ് കെയറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഒരു ഈവനിങ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈവനിങ് നല്ലൊരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഹെയറൊക്കെ ഒന്നിങ്ങനെ ഫ്രിസ്സായിട്ട് ഭയങ്കര ഹെയർ കെയർ ഒന്നും ചെയ്യാതെയാണ് കുറേ ദിവസം ഉണ്ടായത്. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല കാച്ചി എണ്ണ എടുത്തിട്ടുണ്ട്. കാച്ചി എണ്ണ എടുത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ചെമ്പരത്തിയൊക്കെ പറിച്ച് ഒരു ചെറിയ താളി പോലെയൊക്കെ ആക്കി തലയിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൽഫ് കെയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി അടിപൊളിയായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒരുവിധം അടിപൊളിയായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അതായത് ചാലഞ്ചസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസോ വരില്ല എന്നല്ല, പക്ഷേങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസും പോസിറ്റിവിറ്റിയൊക്കെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് സെൽഫ് കെയർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മാറ്റം വരുത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മാറണം. നമ്മൾ സ്വയം നമ്മളെ ഒന്ന് സെൽഫ് കെയർ ചെയ്യാനും അതുപോലെ പാമ്പറിങ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഹെയർ കെയർ ഒന്ന് ജസ്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു 5 minutes മെഡിറ്റേഷൻ ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് ജേർണലിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതൊക്കെ ഞാൻ കുറേ കാലം മുന്നേ എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ആ ഒരു ടൈമിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു റുട്ടീനായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ വെക്കേഷൻ തുടങ്ങിയ പിന്നെ ഇതൊക്കെ അങ്ങ് പോയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നാണ് ഞാനും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആണെങ്കിൽ കമൻറ്റിൽ റെഡി എന്ന് പറയാം. പിന്നെ ഒരു 2 പേജൊക്കെ ഒന്ന് ജസ്റ്റ് ബുക്ക് വായിച്ചു. തുടക്കം മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്ടിവിറ്റി എപ്പിസോഡ് 3 അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. താങ്ക് യു. ടാറ്റാ.